നമസ്കാരം. ഇന്ത്യ ഇസ്രായേൽ നീക്കങ്ങളിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ്. ഇന്ത്യക്ക് ഇസ്രായേൽ വക അഭിനന്ദന പ്രവാഹമാണ്. അതിഭീകരമായ ഹമാസ് ഭീകരാക്രമണത്തിന് ശേഷം ഇസ്രായേലിന് പിന്തുണയും ഐക്യദാർഢ്യവും വാഗ്ദാനം ചെയ്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അഭിനന്ദിച്ചതിന് ലോകം വലിയ ശ്രദ്ധയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണെങ്കിലും ഇസ്രായേൽ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണെങ്കിലും നമ്മൾ ഒരുമിച്ച് പങ്കിടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉറച്ച ജനാധിപത്യ ആശയങ്ങളിൽ സ്ഥാപിതമായ ആധുനിക രാഷ്ട്രങ്ങളാണ് രണ്ടും. തങ്ങൾ പാരമ്പര്യത്തിൽ ആഴത്തിൽ വേരൂന്നിയവരാണ് എന്നാണ് ഇസ്രായേൽ ഇന്ത്യയോടായി പറഞ്ഞത്. നിരവധി മേഖലകളിലും തങ്ങളുടെ പങ്കാളിത്തം ശക്തമായ വ്യാപാര വാണിജ്യ ബന്ധങ്ങളിൽ നിന്ന് അർത്ഥവത്തായ സാംസ്കാരിക, അക്കാദമിക്, സാങ്കേതിക, ശാസ്ത്ര വിനിമയങ്ങളിലേക്ക് അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് പറഞ്ഞത്. ആഗോള നേതൃത്വത്തിൽ ഇന്ത്യയുടെ പങ്കിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം ഉയർത്തിക്കാട്ടി മാനവികതയുടെയും നാഗരികതയുടെയും മൂല്യത്തിനു വേണ്ടിയും ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലും ഇന്ത്യ ഇസ്രായേലിന് വേണ്ടി ഉച്ചത്തിലും വ്യക്തമായും സംസാരിക്കുന്നത് തുടരുകയാണെന്നാണ് പ്രസിഡന്റ് ഹെർസോഗ് പറഞ്ഞത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം വളർന്നുവരുന്ന ഉഭയകക്ഷി ബഹുമുഖ സന്ദർഭങ്ങളിൽ പ്രകടിപ്പിക്കുമെന്ന ഉറപ്പുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ ദേശീയ ദിനാഘോഷത്തിൽ ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നൌർ ഗിലോൺ, മറ്റ് പ്രമുഖർ എന്നിവരോടൊപ്പം വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്രയും ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ശ്രദ്ധേയമാണ്. ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 76ാം വാർഷികം ആഘോഷിക്കാൻ തങ്ങൾ ഇസ്രായേലിയൻ ജനതയ്ക്കൊപ്പം ചേരുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അഭിവൃദ്ധി പ്രാപിക്കുക മാത്രമല്ല, സ്വയം അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്ത ഒരു രാജ്യത്തിന്റെ അസാധാരണ യാത്രയാണ് ആഴത്തിൽ പ്രചോദിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നവീകരണം, പുരോഗതി, വളർച്ച ഇവയെല്ലാം ക്വാത്ര എടുത്തു പറയുന്നുണ്ട്. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനിടയിൽ ജൂതന്മാർ ഉൾപ്പെടെ വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകൾ ഒരിടത്ത് താമസിക്കുന്നതിനാൽ രാജ്യത്ത് സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കുന്നത് എങ്ങനെയെന്നും സെക്രട്ടറി ക്വാത്ര അടിവരയിടുന്നുണ്ട്. പാരമ്പര്യങ്ങളും ആചാരങ്ങളും സംഭാവനകളും കൊണ്ട് നമ്മുടെ രാജ്യത്തെ സമ്പന്നമാക്കിക്കൊണ്ട് ഇന്ത്യ ഒരു ഭവനമാക്കി മാറ്റിയ ജൂത സമൂഹങ്ങൾ ഇന്ത്യയും ഇസ്രായേലും ചരിത്രപരവും സാംസ്കാരികവും തന്ത്രപരവുമായ ബന്ധങ്ങളിൽ വേരൂന്നിയ ആഴത്തിലൂടെ ബന്ധം പങ്കിടുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായിട്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പങ്കാളിത്തം ഗണ്യമായി വളർന്നു. പരസ്പര ബഹുമാനം, ധാരണ, സഹകരണം എന്നിവയാൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക മുതൽ സാങ്കേതിക, പ്രതിരോധം തുടങ്ങി ഇന്ത്യയും ഇസ്രായേലും പുരോഗതിയുടെയും നൂതനത്വത്തിന്റെയും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നതും എടുത്തു പറയണം. ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ ഗിലോണും ഒക്ടോബർ 7 ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ നൽകിയ പിന്തുണയെ വളരെയധികമാണ് പ്രശംസിച്ചത്. ഇന്ത്യയിൽ ഇത് ലഭിച്ച സഹതാപം തങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദം, നാഗരികതകൾ തമ്മിലുള്ള ബന്ധം പുരാതനമാണ്. ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഇതുവരെ എങ്ങനെയായിരുന്നു എന്നതിലേക്ക് വരികയാണെങ്കിൽ 1950 ഇന്ത്യ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിച്ചെങ്കിലും 92 ജനുവരി 29 മാത്രമാണ് ഇരു രാജ്യങ്ങളും പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. 2020 ഡിസംബർ വരെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന 164 ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു. അതേപോലെ തന്നെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള വ്യാപാരം COVID-19 പാൻഡമിക്കിന് മുമ്പ് $5 ബില്യൺ നിന്ന് 2023 ജനുവരി വരെ ഏകദേശം $7.5 ബില്യൺ ഉയർന്നിട്ടുണ്ട്. ഉഭയകക്ഷി വ്യാപാരത്തിന്റെ 50% വജ്ര വ്യാപാരമാണ്. ഇസ്രായേലിന്റെ ഏഷ്യയിലെ 3ാമത്തെ വലിയ വ്യാപാര പങ്കാളിയും ആഗോളതലത്തിലെ 7ാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമാണ് ഇന്ത്യ. ഇസ്രായേൽ കമ്പനികൾ ഇന്ത്യയിൽ ഊർജ്ജം, പുനരുപയോഗ ഊർജ്ജം, ടെലികോം, റിയൽ എസ്റ്റേറ്റ്, വാട്ടർ ടെക്നോളജി എന്നിവയിൽ നിക്ഷേപം നടത്തി. ഇന്ത്യയിൽ ഗവേഷണ വികസന കേന്ദ്രങ്ങളോ ഉൽപാദന യൂണിറ്റുകളോ സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ഉണ്ടാക്കുന്നതിനായി ഇന്ത്യയും ഇസ്രായേലുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതും എടുത്തു പറയണം. പ്രതിരോധ രംഗത്തേക്ക് വരികയാണെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. വാർഷിക ആയുധ കയറ്റുമതിയുടെ 40% സംഭാവന ചെയ്യുന്നു. ഫാൽക്കൺ അവാക്സ്, ഹെറോൺ സെർച്ചർ 2, ഹറോപ്പ് ഡ്രോണുകൾ മുതൽ ബരാക് മിസൈൽ വിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ, സ്പൈഡർ ദ്രുത പ്രതികരണം എന്നിവ വരെയുള്ള വിപുലമായ ഇസ്രായേലി ആയുധ സംവിധാനങ്ങൾ ഇന്ത്യൻ സായുധ സേന വർഷങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ പുനരുപയോഗ ഊർജ്ജത്തിൽ തങ്ങളുടെ സഹകരണം വർദ്ധിപ്പിക്കുവാനും ശുദ്ധ ഊർജ്ജത്തിൽ പങ്കാളിയാകാനുമുള്ള ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യങ്ങളുമായി വളരെ നന്നായി യോജിക്കുന്ന ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള സോളാർ അലയൻസിൽ ഇസ്രായേലും ചേർന്നിട്ടുണ്ട്. ഇന്ത്യക്കാർ ഇസ്രായേലിനോട് അനുഭാവമുള്ളവരാണ്. ഇന്ത്യയും ഇസ്രായേലും തങ്ങളുടെ മത തീവ്രവാദികളായ അയൽ രാജ്യങ്ങളുടെ ദുർബലതയെ മറികടക്കുകയും കാലാവസ്ഥാ വ്യതിയാനം, ജലക്ഷാമം, ജനസംഖ്യാ വിസ്ഫോടനം, ഭക്ഷ്യക്ഷാമം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കുകയും വേണമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇനിയും കൂടുതൽ മികച്ച രീതിയിലാകട്ടെ. ഇരു രാജ്യങ്ങൾക്കും അത് നേട്ടവും ഉണ്ടാക്കട്ടെ.